കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ ഈ അടുത്തിടെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സിനിമാക്കാരുടെ ഇടയിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒരു കാര്യമാണ്. അത് എത്രത്തോളം ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ കൂടി കുറച്ച് ഭാഗങ്ങൾ കേട്ടപ്പോൾ അതൊരു കൗതുകമായിട്ട് തോന്നി. നമ്മുടെ നാട്ടിൽ മൂവി ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, പൊതുവെ എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് എപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ ഒരു ഹറാസ്മെൻറ്റ് ഇപ്പോൾ ഏത് തരത്തിലായിക്കോട്ടെ, സെക്ഷൽ ആവണം എന്നില്ല, ഇപ്പോൾ ഫിസിക്കൽ ആവാം, അബ്യൂസീവ് ആവാം, അല്ലാതെ ഇമോഷണൽ ആവാം, എല്ലാ തരത്തിലുള്ള ഹറാസ്മെൻറ്റും എങ്ങനെ നമുക്ക് മുന്നോട്ട് ആളുകൾക്ക് പുറത്ത് വന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം കൂടി ഒരുക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അതിപ്പോൾ മലയാളികൾക്കെന്നല്ല, എവിടെ പോയാലും ഏതൊരു ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്കും ഇതുപോലെയുള്ളത് പുറത്ത് വരുമ്പോൾ നമ്മൾ ലേഡീസിന് കുറച്ചും കൂടി ഒരു വിമൻ എംപവർമെൻറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സാഹചര്യം ഒരുക്കുകയാണ്. എന്തായാലും ഇപ്പോഴെങ്കിലും ആ ഒരു റിപ്പോർട്ടും ഇതുപോലെയുള്ളൊരു അവസരങ്ങൾ വന്നതിൽ തന്നെ വളരെയധികം നല്ലൊരു കാര്യമാണ്. അതിൽ ഒത്തിരി ആളുകൾ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ മലയാളി ആക്ടേഴ്സിൻ്റെ ഇടയിലൊക്കെ പല ആളുകളുടെ പേരിൽ ഇപ്പോൾ ശരിയാണോ കറക്റ്റാണോ നമുക്കറിയില്ല. എന്നാൽ കൂടി പലരുടെയും പേരുകളിൽ ഇപ്പോൾ എന്താ പറയുക, പോലീസ് കേസുകളും അലിഗേഷൻസും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും അതൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ. പക്ഷേ ജനറലി ഒരു വിമൻ എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാവുന്നൊരു കാര്യം തന്നെയാണ് ഇതുപോലെയുള്ള റിപ്പോർട്ട്. അപ്പോൾ എന്തായാലും അത് നിങ്ങൾ കൂടുതൽ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് വായിക്കുക. നമുക്ക് തുടങ്ങാം കേരളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ്. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് സെഗ്മെൻറ്റ് നാട്ടരങ്ങ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നാട്ടരങ്ങിലൂടെ നമ്മൾ പല പല കുട്ടികൾക്കുള്ള അവസരങ്ങൾ കൊടുക്കുകയാണ്. കുട്ടികൾ മാത്രമല്ല, നമ്മുടെ ഇടയിൽ തന്നെ മുതിർന്നതായിട്ടുള്ള ആളുകൾക്കും പല കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒക്കെ അവസരം കൊടുക്കുകയാണ് നാട്ടരങ്ങിലൂടെ ചെയ്യുന്നത്. ഇപ്പോൾ കാനഡയിൽ തന്നെ ഉടനീളം ടാലൻസിന് ഒരു കുറവുമില്ല. ഇവിടെ എല്ലാ തരത്തിലുള്ള ഇപ്പോൾ ഡാൻസും പാട്ടും എന്ന് വേണ്ട, ഇൻസ്ട്രുമെൻറ്റ്സ് ആവട്ടെ, എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാനും ഇവിടെ ആളുകളുണ്ട്. അപ്പോൾ അതുപോലെ പഠിക്കുന്ന ആളുകൾക്ക് ഒരു പ്ലാറ്റ്ഫോമും കൂടെ ഒരുക്കുകയാണ് നാട്ടരങ്ങിലൂടെ. ഇന്ന് നമുക്ക് കാണാം മനോഹരമായ ഒരു പെർഫോമൻസ് നാട്ടരങ്ങിലൂടെ. കാച്ചിലമ്പിന്നാദം കേൾക്കാൻ ആർത്തി തീർക്കും ഹരിരൂപം പാർത്തു നെഞ്ചിൽ ചേർത്തു വയ്ക്കാൻ കാത്തിരിപ്പു കണ്ണാഞ്ഞാനിൻ കാച്ചിലമ്പിൻ നാദം കേൾക്കാൻ ആർത്തി തീർക്കും ഹരിരൂപം പാർത്തു നെഞ്ചിൽ ചേർത്തു വയ്ക്കാൻ നീറി നീറി പുകയുമെൻ മാനസത്തിൽ നീർപ്പകരാൻ നീ വരുന്ന വഴിയോളം നിറമിഴിയാൽ തേടിടുന്നു. നീറി നീറി പുകയുമെൻ മാനസത്തിൽ നീർപ്പകരാൻ നീ വരുന്ന വഴിയോളം നിറമിഴിയാൽ തേടിടുന്നു. കാത്തിരിപ്പു കണ്ണാഞ്ഞാനിൻ കാച്ചിലമ്പിൻ നാദം കേൾക്കാൻ ആർത്തി തീർക്കും ഹരിരൂപം പാർത്തു നെഞ്ചിൽ ചേർത്തു വയ്ക്കാൻ. മയമൂടി മറഞ്ഞോരൻ ചേതനയിൽ ആത്മബോധമാർഗദീപം തെളിക്കുവാൻ മാധവാവരികയില്ലേ. മായമൂടി മറഞ്ഞോരൻ ചേതനയിൽ ആത്മബോധമാർഗദീപം തെളിക്കുവാൻ മാധവാവരികയില്ലേ. കാത്തിരിപ്പു കണ്ണാഞ്ഞാനിൻ കാച്ചിലമ്പിൻ നാദം കേൾക്കാൻ ആർത്തി തീർക്കും ഹരിരൂപം പാർത്തു നെഞ്ചിൽ ചേർത്തു വയ്ക്കാൻ. വാദഗേഹം വാഴും കരുണാവാരിധിയാം തമ്പുരാനേ, വാദപീഠ നീക്കി ഭക്തവാഞ്ചിതം നടത്തിയോനേ. വാദഗേഹം വാഴും
കരുണാവാരിധിയാം തമ്പുരാനേ വാദപീഡ നീക്കി ഭക്തവാഞ്ചിതം നടത്തിയോനേ കാത്തിരിപ്പു കണ്ണാഞ്ഞാനിൻ കാഴ്ചിലമ്പിൻ നാദം കേൾക്കാൻ ആർത്തി തീർക്കും ഹരിരൂപം പാർത്തു നെഞ്ചിൽ ചേർത്തു വയ്ക്കാൻ ഒന്നു കാണാനോരു മാത്ര തെല്ലരികത്തിരുന്നിടാൻ ചൊല്ലുവാൻ പരിഭവങ്ങൾ അല്ലലോഴിച്ചിളവേൽക്കാൻ ഒന്നു കാണാനോരു മാത്ര തെല്ലരികത്തിരുന്നിടാൻ ചൊല്ലുവാൻ പരിഭവങ്ങൾ അല്ലലോഴിച്ചിളവേൽക്കാൻ എന്നണയും ഗുരുവായൂരപ്പ മുന്നിൽ കനിവുമായി പൊന്മുരളി പൊഴിക്കുന്ന സാന്ദ്രനാദത്തികവുമായി എന്നണയും ഗുരുവായൂരപ്പ മുന്നിൽ കനിവുമായി പൊന്മുരളി പൊഴിക്കുന്ന സാന്ദ്രനാദത്തികവുമായി കാത്തിരിപ്പു കണ്ണാഞ്ഞാൻ നിൻ കാൽച്ചിലമ്പിൻ നാദം കേൾക്കാൻ ആർത്തി തീർക്കും ഹരിരൂപം പാർത്തു നെഞ്ചിൽ ചേർത്തു വയ്ക്കാൻ ആർത്തി തീർക്കും ഹരിരൂപം പാർത്തു നെഞ്ചിൽ ചേർത്തു വയ്ക്കാൻ ഹരേ നമ്മുടെ അടുത്ത സെഗ്മെന്റ് വിജയ് വീതി. വിജയ് വീതിയിലൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കാനഡയിലുള്ള ഒരു വ്യക്തിയല്ല, പക്ഷെ കാനഡയിൽ വിസിറ്ററായിട്ട് എത്തിയ എന്നാൽ നമ്മുടെ ഇടയിൽ എല്ലാവർക്കും സുപരിചിതമായ ഒരു DJ. DJ സാവിയോ. ഈ പേര് നമ്മൾ മലയാളികൾക്ക് വളരെ സുപരിചിതമാണ്. ഒരുപക്ഷെ കേരളത്തിൽ DJ എന്ന് പറഞ്ഞ് ആ ഒരു വേർഡിന് ഏറ്റവും കൂടുതൽ അനുയോജ്യം, അല്ലെങ്കിൽ ഡിസ്കോ ജോക്കി എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു മേഖലയിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്ന ഒരു പക്ഷേ DJ സാവിയോ തന്നെ ആയിരിക്കും. ഇല്ലെങ്കിൽ ആദ്യമല്ലെങ്കിൽ പോലും അതിൽ വളരെയധികം പ്രശസ്തി ആർജിച്ച ഒരു വ്യക്തി കൂടിയാണ് DJ സാവിയോ. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ജേർണിയും ഇല്ലെങ്കിൽ കൊച്ചിക്കാരുടെ ഇടയിലും മലയാളികളുടെ ഇടയിലും ആ ഒരു വ്യത്യസ്തമായ വിജയ കഥകളും ഒക്കെ നമുക്ക് കേൾക്കാം വിജയ് വിധി എന്ന ഈ സെഗ്മെന്റിലൂടെ. പന്ത്രണ്ട് കൊല്ലമായി കൊച്ചിയിൽ കാർണിവലിൽ ഒരു അംഗമായിട്ടിരിക്കണ എന്നെ കേരളത്തിൻ്റെ പുറത്ത്, കൊച്ചിയുടെ പുറത്ത് ഒരു കൊച്ചിൻ കാർണിവലിൽ ആ സെയിം രൂപത്തിൽ നടത്താനുള്ള ഒരു പരിപാടി ഉണ്ടെന്ന് അവർ പറഞ്ഞ് എന്നെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അതുകൊണ്ടെങ്കിൽ കൊച്ചിൻ കാർണിവൽ ഒരു അടിപൊളി സംഭവമാണല്ലോ, എല്ലാവരും ഉറ്റുനോക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം കാനഡയിൽ നടത്താനായിട്ട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, സംഘാടകർ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. നമ്മൾ പറയില്ലേ, കൊച്ചി ഇറ്റ്സ് നോട്ട് എ സിറ്റി, ഇറ്റ്സ് എ ഫീലിംഗ്. അതൊരു ഫീലിംഗ് ആയിരുന്നു. അതിൻ്റെ അകത്ത് ആകണം. പിന്നെ ഈ വിസ പ്രോസസ്സെല്ലാം ഭയങ്കര സംഭവമാണല്ലോ കാനഡയിലേക്ക് വരാനായിട്ട്. അത് എന്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ എത്തണം എന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അതെന്തായാലും വന്ന് നടത്തി, അത് അടിപൊളിയായി. ഇനിയും എല്ലാ കൊല്ലവും നടത്തണം. ഞാൻ ശരിക്കും ഒരു സ്പോർട്സ് പേഴ്സണാലിറ്റി ആയിരുന്നു, സൈക്ലിസ്റ്റായിരുന്നു.
നമ്മുടെ കാർണിവൽ, കൊച്ചിൻ കാർണിവലുള്ള പോലെ ഒരു സൈക്കിൾ കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ കൊച്ചിൻ കാർണിവലിലും സൈക്കിൾ കോമ്പറ്റീഷൻ ഉണ്ട്. അതിലെല്ലാം പങ്കെടുത്തൊരു വ്യക്തിയായിരുന്നു. സോ ഞാൻ ശരിക്കും ഒരു മാസ്റ്റേഴ്സ് കഴിഞ്ഞാൽ ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ. അപ്പോൾ ചെന്നൈയിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കാൻ പോകുമ്പോൾ സാറ്റർഡേ സൺഡേസ് ക്ലാസ്സസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മ്യൂസിക്, ഭയങ്കര ഇഷ്ടമായിരുന്നു. 13AD എന്ന് പറഞ്ഞൊരു ബാൻഡ് കൊച്ചിയിൽ ഭയങ്കര സംഭവമായിട്ടിരിക്കുന്ന സമയത്ത് അതെല്ലാം എൻ്റെ കസിൻസായിരുന്നു. അപ്പം മ്യൂസിക് തലക്ക് പിടിച്ചിരിക്കുന്ന സംഭവമായിരുന്നു. അപ്പോൾ ഈ നൈറ്റ് ക്ലബ്സ്, DJ എല്ലാം ആ സമയത്ത് ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ചെന്നൈയിൽ പഠിക്കാൻ പോയ സമയത്ത് ചെന്നൈയിൽ ഭയങ്കര സംഭവമായിട്ടിരിക്കുന്ന സമയത്ത് എന്താണ് നടക്കണമെന്നുള്ളൊരു ഇതായിരുന്നു. ഒരു ഇതുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഒരു വേറോട്ടുണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ അകത്ത് നടക്കണത്, അത് കാണണം. അങ്ങനെ അതിൻ്റെ അകത്ത് അന്ന് നമ്മളൊന്നും അതിൻ്റെ അകത്ത് അലൗ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കപ്പിൾസിന് മാത്രമേ അലൗ ചെയ്യുള്ളൂ. പിന്നെ എൻട്രിക്ക് ഇത്രയും കാശ് വേണം. പിന്നെ നമ്മളവിടെ പഠിക്കാൻ പോണേന്. അങ്ങനെ ബൗൺസേഴ്സിനെല്ലാം സോപ്പിട്ട് അതിൻ്റെ അകത്ത് കയറി ഒരു 4-5 പ്രാവശ്യം ഞാനവിടെ പോയിട്ടാണ് എനിക്ക് 5ാമത്തെ പ്രാവശ്യം എനിക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റിയത്. അങ്ങനെ ബൗൺസേഴ്സിനെ സോപ്പിട്ട് പിന്നെ DJനെ സോപ്പിട്ട് അതിൻ്റെ അടുത്ത് പോയി നിന്ന് അവിടെ എന്താ സംഭവിക്കണമെന്ന് പഠിച്ച്. അപ്പോൾ കൊച്ചിയിൽ ഈ DJ ഒന്നും തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഫാദർ ലയൺസ് ക്ലബ്ബിലുണ്ടായിരുന്നു. അങ്ങനെ കൊച്ചിയിലേക്ക് പതുക്കെ വെക്കേഷൻസിന് വരുമ്പോൾ ലയൺസ് ക്ലബ്ബിൽ അന്ന് കാസറ്റിൽ പാട്ട് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അങ്ങനെ ലയൺസ് ക്ലബ്ബിന് വേണ്ടിയിട്ട് ആദ്യം DJ ചെയ്ത്. അതൊരു 27-28 കൊല്ലം മുന്നേ ആയിരുന്നു. അങ്ങനെ പതുക്കെ CDസിലേക്ക് വന്ന്, CDസിൽ നിന്ന് പിന്നെ ഇപ്പോൾ പെൻ ഡ്രൈവ്സിലേക്ക് വരുന്നു. പിന്നെ ഞാനിതുവരെ ഐ ഹാവ് നോട്ട് യൂസ്ഡ് ലാപ്ടോപ്സ്. ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് ടഫായിട്ട് തന്നെയാണ് ഞാനിപ്പോൾ പഠിച്ചു വന്നത്. അപ്പോൾ ഇപ്പോൾ ലാപ്ടോപ്സും കമ്പ്യൂട്ടർ യുഗവും എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് DJയിങ്ങിനെ ശരിക്കും ഒരു ഈസി വേയിലേക്കാണ് കൊണ്ടുവന്നേക്കണത്. അപ്പോൾ ശരിക്കും നമ്മളെല്ലാം ശരിക്കും പഠിച്ചത് നല്ല ഹാർഡ് വേ ആണ്. അപ്പോൾ ഇപ്പോഴും ആ ഒരു പ്രോസസ്സിൽ കൂടി തന്നെയാണ് ഞാൻ പോണത്. ഞാൻ വൈനൽസിൽ പ്ലേ ചെയ്യും, കാസറ്റ്സിൽ പ്ലേ ചെയ്യും. ഐ നെവർ യൂസ് ലാപ്ടോപ്സ്. കേരളത്തിൽ ഇപ്പോൾ എടുത്താൽ ഈ ബാപ്റ്റിസം മുതൽ ഒരു ലോഞ്ച് മുതൽ എന്തെടുത്താലും ഒരു DJയുടെ ആവശ്യം ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. സോ ഈ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നൗ DJ has become a very very important role. ഞാൻ പറയാതെ തന്നെ കാനഡക്കാർക്ക് അതിനെക്കുറിച്ച് അറിയാം. ഹൗ ഇമ്പോർട്ടൻറ്റ് എ DJ is for a celebration or for a launch or anything. സോ ആദ്യം ഒന്നും അംഗീകരിച്ചില്ലെങ്കിലും ഇപ്പോൾ അതൊരു ഫുൾ സ്വിങ് ആയി. ബിക്കോസ് ഞാൻ ആദ്യമായിട്ട് റിയാലിറ്റി ഷോയിൽ വന്നിട്ടാണ് ഈ DJ എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവണത്. ഒരു റിയാലിറ്റി ഷോയിൽ ഒരു DJയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അമൃത TV സൂപ്പർ ഡാൻസറിൽ വന്നപ്പോഴാണ് എല്ലാവർക്കും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവണം. പിന്നെ അവിടെ നിന്ന് ആൾക്കാരത് ടേക്ക് ഓവർ ചെയ്ത് ഇപ്പോൾ വേറൊരു ലെവലിൽ എത്തിയേക്കണേ. ഇപ്പോൾ മ്യൂസിക് ഫെസ്റ്റിവൽസ് കുറേ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇലക്ട്രോണിക് മ്യൂസിക് ഫെസ്റ്റിവൽസ്, ഡാൻസ് മ്യൂസിക് ഫെസ്റ്റിവൽ, എല്ലാത്തിലും DJ is playing a very important role. സോ ഐ തിങ്ക് സോ കരിയറായിട്ട് ചൂസ് ചെയ്യണ വന്നാലും DJing is a good thing to make money, and I'm here because I'm a DJ. ഈ പറഞ്ഞ മാതിരി മലയാളം മ്യൂസിക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ നമ്മുടെ കൊച്ചിൻ കാർണിവൽ ഇൻ കാനഡ അത് ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിലപ്പുറം എനിക്ക് ഇനി ഒന്നും തെളിയിക്കാനില്ല. അത് നമ്മളെങ്ങനെയാണ് എടുക്കണത്, ഇപ്പോൾ എങ്ങനെയാണ് റീമിക്സ് ചെയ്യണത്, പാട്ടിൻ്റേതായിട്ടുള്ള തനതായിട്ടുള്ള രീതി നശിപ്പിക്കാതെ നമുക്ക് എങ്ങനെ ആൾക്കാരെ അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാം. പിന്നെ നമുക്ക് റീമിക്സ് ചെയ്യപ്പെടാൻ പറ്റുന്ന പാട്ടുകൾ റീമിക്സ് ചെയ്യുക, അതിൻ്റെ ഇത് നശിപ്പിക്കരുത്. ബിക്കോസ് മലയാളികൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ക്രിട്ടിക്കാണ്. ഏത് ഇൻഡസ്ട്രി എടുത്താലും മീഡിയ ഈസ് പ്ലേയിങ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ, ആൻഡ് എസ്പെഷ്യലി സോഷ്യൽ മീഡിയ. നമ്മൾ മര്യാദക്ക് ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ നശിപ്പിക്കാനായിട്ട് നല്ല രീതിയിലെടുത്താൽ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ പൊക്കിക്കൊണ്ടുവരാൻ പറ്റാവുന്ന ഒരു വോഡിക്കോൾ ഒരു മലയാളിക്ക് അതിനുള്ള കഴിവുണ്ട്. സോ യു ഷുഡ് പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് വെൻ യു റീമിക്സ് യുവർ മ്യൂസിക്, വെൻ യു പെർഫോം ദ മ്യൂസിക്. അല്ലാതെ വെറുതെ പോയിട്ട് എന്തെങ്കിലും പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ടും പറ്റും, നമ്മളെ നശിപ്പിക്കാനായിട്ടും പറ്റും. പണ്ട് നമ്മൾ പറയുമായിരുന്നല്ല, സോഷ്യൽ മീഡിയ ഇങ്ങനെ ഇരിക്കണം, ഭയങ്കര പൊങ്ങി വരണം. അതുപോലെ തന്നെ ഈ ഒരു DJ ഫീൽഡ് ഇപ്പം പണ്ട് പറയുകയാണെങ്കിൽ ഒരു കല്ലെറിഞ്ഞാൽ ഒരു കല്ല് വന്ന് വീണ ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ തലയില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ DJ എന്ന് പറയണമെങ്കിൽ എല്ലാ മുക്കിലും മൂലക്കും DJ ഉണ്ട്. DJ ചെയ്യണവരുണ്ട്.
പക്ഷെ അത് നല്ലതാണെന്ന് പറഞ്ഞെങ്കിൽ കോമ്പറ്റീഷൻ കൂടുന്തോറും ഇറ്റ് വിൽ ഇൻക്രീസ് ആർ ഹോംവർക്ക് ചെയ്യാതെ ആ സെയിം ലെവലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. കോമ്പറ്റീഷൻ വന്നാലേ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. സോ വർക്കിംഗ് ഹാർഡ്, വാട്ട് ഈസ് നെക്സ്റ്റ്, ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു നിലയിൽ വരണമെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവണം. സോ ദ കൾച്ചർ ഇസ് ഗ്രോയിങ് വെരി ഫാസ്റ്റ് ഇൻ കേരള. പണ്ട് കൊച്ചിയിൽ മാത്രം ഉണ്ടായിരുന്നത് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് കുറേ ഡി ജെമാരുണ്ട്, കാലിക്കറ്റ് കുറേ ഡി ജെമാരുണ്ട്, കണ്ണൂർ കുറേ ഡി ജെമാരുണ്ട്, പാലക്കാട്ടിൽ കുറേ ഡി ജെമാരുണ്ട്, എല്ലാ സ്ഥലത്തും ഡി ജെമാരുണ്ട്. സോ ദാറ്റ്സ് ഗുഡ്. സോ ആ ഒരു നിലയിൽ നിന്ന് നമ്മളൊരു പൈനിയർ അല്ലെങ്കിൽ ടോപ്പിൽ നിൽക്കണമെങ്കിൽ യു ഷുഡ് ഡു എ ലോട്ട് ഓഫ് ഹോം വർക്ക്. ആ ഒരു കേപ്പബിലിറ്റി പ്രൂവ് ചെയ്യണം. സോ കോമ്പറ്റീഷൻ വന്നാലേ അത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ്സ് എ വെരി ഗുഡ് സൈൻ ഓഫ് the community growing. See, മ്യൂസിക്കിന് ഓരോ ഫേസസ് ഉണ്ടാവും. പണ്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ റോക്ക് ഉണ്ടായിരുന്നുള്ളൂ, കൺട്രി ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ജോൺറേസ് കുറേ കൂടുതൽ വന്ന്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഗ്രാമങ്ങളിൽ വരെ ഒന്നും വേണ്ട, അമ്പലപ്പറമ്പിലെ ഉത്സവങ്ങൾക്ക് വരെ അല്ലെങ്കിൽ ഒരു പള്ളിപ്പറമ്പിൽ വരെ ഇപ്പോൾ ഡി ജെ വന്നുകൊണ്ടിരിക്കണേ. ഇപ്പോൾ ഒരു പാദ്രയുണ്ട്, ലൈക്ക് ഫാദർ ഇൻ ഇറ്റലി. പുള്ളിക്കാരൻ മാസ് കഴിഞ്ഞ് യൂത്തിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഡി ജെ ഉണ്ട്. യൂട്യൂബിൽ ഇത് അന്വേഷിച്ചാൽ കാണും. സോ ഡി ജെയിങ് എന്ന് പറഞ്ഞ ഒരു കൾച്ചർ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണേ. ഐ എം വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദറ്റ് കമ്മ്യൂണിറ്റി ആൻഡ് എ ഡി ജെ. അതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ആക്സെപ്റ്റൻസാണ്. ആക്സെപ്റ്റൻസ് വന്നാലേ ഈ ഒരു കമ്മ്യൂണിറ്റീനെ ആൾക്കാർ വിളിക്കുകയുള്ളൂ. ഇപ്പോൾ എല്ലാ കല്യാണത്തിന് ആദ്യം തന്നെ അവർ വന്ന് ചോദിക്കണം ഡി ജെ ഉണ്ടോ, ഡി ജെ പരിപാടി ഉണ്ടോ. അതിനൊരു ബോഡിക്കോൾ ഒരടിച്ചു പൊളിക്കാനായിട്ടും എല്ലാവർക്കും ഒരുമിച്ച് തുള്ളാനായിട്ടും എൻജോയ് ചെയ്യാനായിട്ടുള്ള സംഭവമായിട്ടാണ് ഇപ്പോൾ ഡി ജെയിങ് അല്ലെങ്കിൽ ഡി ജെ പാർട്ടി വന്നുകൊണ്ടിരിക്കുന്നത്. ഡി ജെ ഡ്രഗ് ഇസ് ഈക്വൽ ടു ഡ്രഗ് പാർട്ടി, അങ്ങനെയെല്ലാം വിരൽ ചൂണ്ടി കുറേ പേര് ഞങ്ങളുടെ കമ്മ്യൂണിറ്റീനെ ആക്ഷേപിച്ചുകൊണ്ടിരുന്ന വെച്ച്. പക്ഷേ ഐ വുഡ് സേ ദറ്റ് കോവിഡ് സമയത്ത് ക്ലബ്ബുകളുണ്ടായിരുന്നില്ല, ബാറുകളുണ്ടായിരുന്നില്ല, ഡി ജെ പാർട്ടി ഉണ്ടായിരുന്നില്ല. 60% ഡ്രഗ്സിൻ്റെ ഹൈക്കും ഇതെല്ലാം വന്നത് ഇറ്റ്സ് ഓൺ പേപ്പേഴ്സ് കേട്ടോ, ഞാൻ പറഞ്ഞല്ല, ഇറ്റ്സ് ഓൺ പേപ്പേഴ്സ് ആൻഡ് ഇറ്റ്സ് എ ഫാക്ട്. വന്നത് കോവിഡ് സമയത്താണ്. എന്തുകൊണ്ട്? സോ അത് ഓരോരുത്തരുടെ പെർസിവറൻസാണ്. ആൾക്ക് എന്തെടുക്കണം, ആൾക്ക് എവിടെ കൊണ്ടുവരണം. പിന്നെ ഈ കമ്മ്യൂണിറ്റി ചെറുതായത് കാരണം എല്ലാവരും ഈസി ആയിട്ട് വിരലി കൊണ്ടുവരണത് ഈ ഡി ജെ പാർട്ടികൾ. എന്തോരം ഡ്രഗ്സ് ഇപ്പോൾ ഡി ജെ പാർട്ടികളിലല്ലാതെ പൊക്കുന്നു, എന്തോരം ഡ്രഗ്സ് കയറി വരുന്നു ഈ റോട്ടിൽ കൂടി. ഈ നമ്മുടെ വാളയാർ ചെക്ക് പോസ്റ്റിൽ പിടിക്കുന്നു, പല സ്ഥലത്തുനിന്നും പിടിക്കുന്നു. ഡി ജെ എന്നിട്ട് നേരെ അവർ വിരൽ കൊണ്ടുവരണത് ഡി ജെ പാർട്ടിക്കും ഇങ്ങനത്തെ പരിപാടികൾക്കാണ് കൊണ്ടുവരണത്. പക്ഷെ എന്നാൽ അതിൻ്റെ ഉറവിടം അത് കണ്ടുപിടിക്കുന്നില്ല. ഈ പറഞ്ഞ എന്ത് സ്ഥലത്താണ് ഇവരിത് കണ്ടുപിടിക്കണത്. പിന്നെ വേറൊരു കാര്യം, ഐ നെവർ ഡ്രിങ്ക് ഐ നെവർ സ്മോക്ക്. സോ അത് ചെയ്തിട്ടും വേണം ഒരു ഡി ജെ ആകണം അല്ലെങ്കിൽ മ്യൂസിക് പ്ലേ ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് തന്നെ ഭയങ്കര തെറ്റാണ്. See, music should be your drug, and life, you should enjoy your life when you do that work. To be very frank, music, there is no limitation, there's no boundaries. ഇറ്റ്സ് ലൈക്ക് എ വാസ്റ്റ് ഓഷ്യൻ. അതുപോലെ തന്നെയാണ് ഈ ഡി ജെ. ഈ ഒരു കൾച്ചർ, ഈ മ്യൂസിക് പ്ലേ ചെയ്യാൻ നേരത്ത് ഒരു ഏജില്ല, ഒരു ജാതിയില്ല, ഒരു മതമില്ല, ഒന്നുമില്ല. വെദർ ഇറ്റ് ഇസ് ബോയ് ഓർ ഗേൾ ഓർ ജോൺറി ഓർ നത്തിങ്, എവ്രിബഡി ഈസ് ഹിയർ ടു എൻജോയ് മ്യൂസിക്. ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഡി ജെ പാർട്ടിയിൽ 60 വയസ്സ് 70 വയസ്സുള്ള ആൾക്കാർ വന്ന് ഡാൻസ് കളിക്കണത്. സോ ഈ യങ്സ്റ്റേഴ്സിന് മാത്രമുള്ളതെന്നുള്ള ഒരു സംഭവം, ഇറ്റ്സ് എ റോങ് കോൺസെപ്റ്റ്. ഇഫ് യു വോണ്ട് ടു എൻജോയ് മ്യൂസിക് യു ക്യാൻ ഗോ എനിവെയർ. എവിടെ വേണമെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ഏത് ഏജിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും എൻജോയ് ചെയ്യാം. പിന്നെ അവിടുത്തെ ഒരു ചെറിയൊരു പ്രശ്നമുള്ളത്, ദ വോയിസ് ഡെസിബിൾസ് ആർ ലിറ്റിൽ ബിറ്റ് ഹൈ.
ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ഇപ്പോൾ ടുമോറോ ലാൻഡ് നടക്കുന്നുണ്ട്. അവിടെ എനിക്കറിയാവുന്ന 60-70 വയസ്സുള്ള ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് പോയിട്ട് പാർട്ടി ചെയ്യണവരുണ്ട്. അത് ഓരോരുത്തരുടെ പ്രിസിവിയറൻസ് ആണ്. ഇത്ര ഏജുള്ള അത് നമ്മുടെ ഒരു ഇതാണ്. ഐ ഡോണ്ട് തിങ്ക് ഇൻ യൂറോപ്യൻ കൺട്രീസ് പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ്. പീപ്പിൾ ഇഫ് ദേ ഇപ്പോൾ ഞാൻ ഒസാറ ഫെസ്റ്റിവലിൽ ഒരു 60% ആൾക്കാർ 50 വയസ്സിൻ്റെ മേലുള്ള ആൾക്കാരാണ് അവിടെ പോയി എൻജോയ് ചെയ്യണം മ്യൂസിക്. സോ കുറേ ഫോൾസ് പ്രിസർവേറൻസ് എല്ലാവരുടെയും തലയിലുണ്ട്. അതെല്ലാം ശരിക്കും എടുത്ത് മാറണം. നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് കയറി നോക്കണം വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ്, എന്നിട്ട് ഒരു നല്ല രീതിയിൽ മ്യൂസിക് എൻജോയ് ചെയ്യണം. സോ ഐ വുഡ് സേ ദാറ്റ് ഈ ഡ്രഗ്സും ഈ ഏജും ആ ഒരു മൈൻഡ് സെറ്റ് ലെവൽ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റും. യു ക്യാൻ എൻജോയ് മ്യൂസിക് ടു അനദർ ലെവൽ. ഞാനിപ്പോൾ 26 ഇയേഴ്സായി ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ, ഇപ്പോഴത്തെ ഡി ജെമാർ എന്നാണെങ്കിൽ ഇറ്റ്സ് ദേ കം ദ ഈസിയസ്റ്റ് വേ എന്നാണെങ്കിൽ എല്ലാ ടെക്നോളജി എല്ലാം ഉണ്ട്. ഞങ്ങൾ ഡി ജെ എന്ന് പറയുന്ന നേരത്ത് അന്ന് ഹൗസ് പാർട്ടീസായിരുന്നു. സ്പീക്കർ ചുമന്ന് ലൈറ്റ് ചുമന്ന് അവിടെ കൊണ്ട് സെറ്റ് ചെയ്ത് മ്യൂസിക് പ്ലേ ചെയ്ത് രാത്രി 2 മണി 3 മണി വരെ. ഇപ്പോഴാണല്ലോ ഈ 11 o'clock 1 o'clock ആ ഒരു റെസ്ട്രിക്ഷൻ വന്നത്. പണ്ട് അതുണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ നിലയിൽ എത്തിയേക്കണത്. പിന്നെ ഓപ്പർച്യൂണിറ്റീസ്, എന്ത് ഓപ്പർച്യൂണിറ്റീസ് വന്നാലും ഐ നെവർ ലീവ് ഇറ്റ്. ഐ ഗ്രാബ് ഓൾ മൈ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഐ നെവർ എവർ സേ നോ ടു എനിത്തിങ് വിച്ച് കംസ് ടു മീ. റിസ്ക് എടുത്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. റിസ്ക് ഫാക്ടർ എല്ലാവരും ഇപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ സ്റ്റേജിൽ നിന്നിട്ടാണ് എല്ലാവരും പണിയെടുക്കണത്. എന്ന് പറഞ്ഞെങ്കിൽ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരിക, ട്രൈ ടു ഡു സംതിങ് ഡിഫറെൻറ്റ് ദാൻ ദ അതേഴ്സ്, എന്നാലേ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ഇരുന്ന് ഞാനാകണം ഈ ലെവലിൽ എത്തണം എന്ന് പറഞ്ഞാൽ നടക്കാത്ത സംഭവമാണ്. യു ഷുഡ് ടേക്ക് റിസ്ക് ഇൻ ലൈഫ്. യു ഷുഡ് ഡു തിങ്സ് വിച്ച് ആം നോട്ട്. ഇപ്പോൾ ഇന്ന് ഈ സാവിയോ ഉണ്ടെങ്കിൽ നാളെ ഒരു 10 സാവിയോ വരും. അപ്പോൾ അടുത്തത് എന്തെന്നും പറഞ്ഞ് നോക്കി നിൽക്കണ ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, ഗ്രോത്തും ഉണ്ടാവുള്ളൂ. കേരളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പതുക്കെ സണ്ണിൻ്റെയൊക്കെ ചൂട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഓരോ ദിവസം കഴിയുന്നതോറും തണുപ്പ് തുടങ്ങുകയാണ്. എന്തായാലും ഔട്ട്ഡോറൊക്കെ ആഘോഷിക്കുകയും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു അവസരം ലാസ്റ്റ് കുറച്ച് ഫ്യൂ ഡേയ്സാണ്. അതൊക്കെ എല്ലാവരും എൻജോയ് ചെയ്യുക. നമുക്കും കാണാം കുറേ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം. Till then, it's Mika signing off.